ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ പെറ്റൽസ് ഓഫ് ടീന. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കിടിലൻ ഒരു നാടൻ സാധനമാണ്. ചോറിൽ തൈരൊഴിച്ച് അതിൻ്റെ കൂടെ ഈ ഒരൊറ്റ സാധനം മതി, നമ്മളുടെ ചോറ് കൊണ്ടാന്ന് പറയും. അത്രയും രുചിയായിട്ടുള്ള ഒരു സാധനമാണ്. നമ്മളിത് മുളക് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഈ വെള്ള കളർ മുളകാണ് നമ്മളിതിന് മെയിനായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇതിൻ്റെ പേരാണ് മുളക് എണ്ണയിലിട്ടത്. അതിനായി ആദ്യം തന്നെ ഈ മുളകിൽ ഈ കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് വരയിട്ട് കൊടുക്കുക. നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ എല്ലാ മുളകും ഒരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കാം. നമ്മൾ ഈ മുളക് വേകാനുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക. ഇനി നമ്മൾ ഗ്യാസ് കത്തിച്ചതിന് ശേഷം നമ്മളിതൊന്ന് വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിനി ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്ത് അതൊന്ന് നല്ലോണം വെള്ളമൊക്കെ വറ്റി അതിൻ്റെ ഒരു ബ്രൗണിഷ് കളർ, അങ്ങനെ ഒരു ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് ചേഞ്ച് ആവും. നന്നായി ഒന്ന് ഡ്രൈ ആയിട്ട് അങ്ങനെ എടുക്കുക. ഇത് കണ്ടില്ലേ, ഇതുപോലെ ആയ ശേഷം ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ഒഴിച്ച ശേഷം ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനിങ്ങനെ എല്ലാത്തിലും വെള്ളത്തിൻ്റെ അംശം പറ്റിയാലില്ലേ ഈ മുളകുകൾക്കൊക്കെ ഒരു വറുത്ത കളറ് വരും. അപ്പോഴാണ് ഇത് ഇറക്കി വെക്കുക. ഇതിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ പോയാലാണ് ഹസ്ബൻഡിൻ്റെ അമ്മയാണ് കേട്ടോ അത് പറയുന്നത്. അങ്ങനെ ഇതിലത്തെ ഏകദേശം വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇത് നമ്മൾക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ആണെങ്കിലും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ തൈരിൻ്റെ കൂടെ കഴിക്കാനും, അല്ല നമ്മൾ വേറെ ഒഴിച്ചു കറി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാനും എല്ലാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഈ മുളകിനെ നമ്മൾ അരിമുളക് എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്താണ് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്കും അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. See you next time.